ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല BJPയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPMൻ്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPMൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് CP ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല, അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPMൻ്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ്. ധാരാളം ആളുകൾ, ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ CPMൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോൾ CPMും EP ജയരാജൻ EP അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു. അദ്ദേഹവും കേന്ദ്ര മന്ത്രി BJP മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നതാണ്. രണ്ടുപേരും അത് നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ്. ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്ത് പറഞ്ഞു, അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. കാരണം DC ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ്. 178 പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ എത്തും, പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? അത് പുറത്തുപോയി, അത് സത്യമാണ്. പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത്. EP ജയരാജനാണ് അന്വേഷിക്കേണ്ടത്. EP-യുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ, അല്ലെ EP-യുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രമേ EP അന്വേഷിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്ത സാധനമാണ്, മെറ്റീരിയലാണ്. അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ CPM രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ 10 ദിവസം DCCയുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം 180 പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ്സിലാണ് കുഴപ്പമെന്ന് പറഞ്ഞത്. കോൺഗ്രസ്സിനൊരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളത് ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും. ഇപ്പോൾ BJPയിൽ കലാപം നടക്കുകയാണ്, CPMൽ കലാപം നടക്കുകയാണ്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ്റെ അവസാന പാദത്തിൽ ചേലക്കരയിൽ ഇന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് CPMലെ വാർത്ത പുറത്തു വരുന്നത്. ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് CPMൽ നടക്കുന്നത്. കോൺഗ്രസ്സിൽ അതില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുനമ്പത്തെ വിഷയത്തിൻ്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീട്ടി വച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഈ വിഷയം വിവാദമായിരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിൻ്റ് ചെയ്ത വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി, തളിപ്പറമ്പിൽ പോയി, ചേലക്കര ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ, ഇലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശ്ശൂരിലെ ചാവക്കാട് പോയി. എല്ലായിടത്തും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക. വഖഫ് നോട്ടീസ് കൊടുക്കുക. പിറ്റേ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുക. ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത
എല്ലാ വീടുകളും BJPയുടെ സംസ്ഥാന നേതാക്കൾ സന്ദർശിക്കുകയാണ്. ഇതൊരു അറേഞ്ച്മെൻറ്റാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. എന്നിട്ട് വഖഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റാക്കി അതിനെ മാറ്റാൻ BJPക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സ്ഥലത്തും ഇപ്പം ഇന്ന് തന്നെ ചാവക്കാട് എന്ന് വിളിച്ചു. ചാവക്കാട് BJP നേതാക്കൾ സന്ദർശിക്കുകയാണ്. ഏത് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത്. വയനാട് BJP നേതാക്കൾ സന്ദർശിക്കുകയാണ്. തളിപ്പറമ്പ് സന്ദർശിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ മനഃപൂർവ്വം നോട്ടീസ് കൊടുക്കുകയാണ്. ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാന്നും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ്. അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും BJPക്ക് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു ധാരണപ്പുറത്താണ് പോകുന്നത്. നോട്ടീസ് കൊടുക്കുക, BJP സംസ്ഥാന നേതാക്കൾ അവിടെ ചെല്ലുക, ഈ വിഷയം കത്തിക്കുക, ആളിക്കത്തിക്കുക. വർഗീയത ആളിക്കത്തിക്കുക. മതപരമായ ഭിന്നിപ്പ്, രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് മുതൽ എല്ലാവരും ഭീഷണിപ്പെടുത്തുകയാണ്. പുതിയതായി വോട്ട് ചേർത്തിരിക്കുന്ന വോട്ടർമാരെ ഒന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ്. ഞാൻ പറയുന്നു, പോലീസ് കേസെടുക്കണം അയാൾക്കെതിരെ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ തടയും എന്നൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. ജാമ്യമില്ലാത്ത കുറ്റത്തിന്, ജാമ്യമില്ലാത്ത കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. പിന്നെ ഞാൻ നേരത്തെ ഇയാളോട് പറഞ്ഞു, ഓലപ്പാമ്പ് കാട്ടി വരട്ടാനൊന്നും വരണ്ട. അയാളല്ല ആര് വിചാരിച്ചാലും പുതിയതായി ചേർത്തിരിക്കുന്ന വോട്ടർമാർ അവരുടെ അവകാശമാണ്, അവർ പോയി വോട്ട് ചെയ്യും. എന്താ കാര്യം? CPMന് വോട്ട് ചേർക്കാൻ പറ്റിയില്ല, ഇവർ തമ്മിലുള്ള അന്തഛിദ്രമായിരുന്നു. BJPക്ക് കാര്യമായി വോട്ട് ചേർക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭംഗിയായി പുതിയ വോട്ടർമാരുടെ പേരുകൾ ഞങ്ങൾ ചേർത്തു. അതിനുള്ള അസ്വസ്ഥതയാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്ന എല്ലാവരും. ആര് ചേർത്തിരിക്കുന്നതാണെങ്കിലും, BJP ചേർത്തിരിക്കുന്നതാണെങ്കിലും CPM ചേർത്തിരിക്കുന്നതാണെങ്കിലും ഞങ്ങൾ ചേർത്തിരിക്കുന്നതാണെങ്കിലും എല്ലാ വോട്ടർമാരും വന്ന് വോട്ട് ചെയ്യും. ഒരാളെ പോലും തടയാൻ ഒരാൾക്കും കഴിയില്ല. അത് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ, എല്ലാവരും വോട്ട് ചെയ്യാൻ വരണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയാണ് ഈ CPM ജില്ലാ സെക്രട്ടറിയെ കുറിച്ച്. അയാൾ ജാമ്യമില്ലാത്ത കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ഈ ഇലക്ഷന് മുമ്പ് ജയിലിലാക്കണം. കാരണം വോട്ട് ചെയ്യാൻ വോട്ടർമാരെ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. അത് ഇലക്ഷൻ നിയമങ്ങൾക്ക് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. കള്ളവോട്ട് ചേർത്താൽ അപ്പോഴല്ലേ അതിൽ തടയേണ്ടത്. കള്ളവോട്ട് എങ്ങനെയാണ് ചേർക്കണത്? എങ്ങനെയാണ് വ്യാജ വോട്ടർമാരെ ചേർക്കണത്? അത് അതോറിറ്റീസ് അല്ലേ പരിശോധിക്കുന്നത്. ഇവരുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മുഴുവൻ എല്ലാ സ്ഥലത്തും, താലൂക്കിലും ജില്ലയിലും ഉള്ള ഇലക്ഷൻ മുഴുവൻ CPMൻ്റെ NGO യൂണിയൻ്റെ ആളുകളും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുമായിരുന്നു മുഴുവൻ വെച്ചിരുന്നത്. അവരെല്ലാം പരിശോധിച്ച് എന്താ പ്രൊസീജിയർ അപ്ലോഡ് ചെയ്ത് അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അത് BLOമാർക്ക് അയച്ചു കൊടുത്ത് BLOമാർ പോയി വീടുകളിൽ പോയി പരിശോധിച്ച് അവരുടെ ഡോക്യുമെൻറ്റ്സ് ശരിയാണോ എന്ന് പരിശോധിച്ച് തിരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വോട്ട് ചേർക്കുന്നത്. അതെങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ പറ്റുന്നത്? ശരിയല്ല, തെറ്റായ വാർത്തയാണ്. അത് അവരുടെ അസ്വസ്ഥതയാണ്. ഞങ്ങൾ 6000 പേരുടെ വോട്ട് ചേർത്തതിൻ്റെ അസ്വസ്ഥതയാണ്. അവർക്ക് വോട്ട് ചേർക്കാൻ പറ്റിയില്ല, അവർ പ്രവർത്തിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾ 6500 വോട്ട് ചേലക്കര ചേർത്തിട്ടുണ്ടല്ലോ. ഇവിടെ കുറേ വോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടി നന്നായി ചേർത്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞത്. ഇല്ല, ഇവിടെ കുറേ കൂടി വോട്ട് ചേർത്ത് തന്നെ മുഴുവൻ വോട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ വോട്ടുകളും ഞങ്ങൾക്ക് ചേർക്കാൻ ഇതിനു മുമ്പ് പറ്റാത്ത മുഴുവൻ വോട്ടുകൾ ചേർത്തു. ചേലക്കരയിൽ മനോഹരമായി ചേർത്തു. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങൾ മുന്നൊരുക്കം നടത്തി, പ്രവൃത്തി നടത്തി. ഒരു കാലത്തും നടത്താത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ ചേലക്കരയിൽ നടത്തിയിരിക്കുന്നത്. ഒരു കാലത്തും നടക്കാതെ. അതാണ് അവിടെ ജയിക്കുക എന്നുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം. വലിയ ഭൂരിപക്ഷത്തിന് CPM കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ചേലക്കര, പാലക്കാട് ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം. ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ശ്രീകണ്ഠന് പാർലമെൻറ്റിൽ കിട്ടി. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ 10000-ലേറെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനും കിട്ടി. അതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ നടത്തിയതിൻ്റെ ആത്മവിശ്വാസമാണ്. അതിൽ അസൂയപ്പെട്ടൊരു കാര്യമില്ല.
അല്ല, പാർട്ടിക്കകത്ത് പുകഞ്ഞു നീറുന്ന, ഞാൻ എപ്പോഴും നമ്മളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, CPM നേരിടുന്നത് ജീർണതയാണ്. ജീർണത നേരിടുന്ന പാർട്ടിയാണ് CPM. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് വരുന്നത്. ഈ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 100 പാർട്ടി മെമ്പർമാർ CPM-നെ പ്രതിപക്ഷ വി ഡി സതീശന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.